look at you and it's easy to see you are that someone I've been trying to meet. ഹായ് ഫ്രണ്ട്സ്. ഫ്രൈഡേ വൈകിട്ടായപ്പോൾ ഞങ്ങൾക്കൊരു തോന്നല് ഇന്ന് പുറത്ത് പോയി ചായ കുടിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ലീഡ്സിലെ ഒരു പുതിയ കട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ പെട്ടത് തൃശ്ശൂർ പൂരം. അങ്ങനെ ഗൈസ് ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ലീഡ്സിൽ. അങ്ങനെ കടയുടെ അകത്ത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല കേരള വൈബ് കിട്ടി. നമ്മുടെ നെറ്റിപ്പട്ടം, പിന്നെ ഗുരുവായൂർ കൃഷ്ണൻ, പിന്നെ വിളക്ക്, പറ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പഴംപൊരിയും ചിക്കൻ കട്ട്ലറ്റും ചായയും, പിന്നെ സുജിലിന് ഇച്ചിരി ഹെവി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് ബീഫിൻ്റെ ഐറ്റം മെനുവിൽ കണ്ടപ്പോൾ തന്നെ കണ്ണുടക്കി. അങ്ങനെ പുള്ളിക്കാരൻ ഓർഡർ ചെയ്തത് കിഴിപ്പൊറോട്ടയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ചായ എത്തി. ചായ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റി ചായ ആയിരുന്നു. അപ്പോൾ ഷുഗർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ അവർ എക്സ്ട്രാ ആയിട്ടാണ് തരുന്നത്. അങ്ങനെ ഷുഗറെല്ലാം ആഡ് ചെയ്ത് ചായ ഇങ്ങനെ കുടിച്ചു. പാതിയായപ്പോഴത്തേക്കുമാണ് നമ്മുടെ കട്ട്ലറ്റും പഴംപൊരി എത്തിയത്. കട്ട്ലറ്റിൻ്റെ കൂടെ സോസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സൈസുള്ള കട്ട്ലറ്റായിരുന്നു. പഴംപൊരിയും അത്യാവശ്യം സൈസുള്ള, അതിൻ്റെ കൂടെ ഒരു മാംഗോ ചട്നി ഉണ്ടായിരുന്നു. അതൊരു നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. മൂക്കും ഇഷ്ടപ്പെട്ടു പഴംപൊരി. പിന്നെ കട്ട്ലറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അതിൻ്റെ അകത്ത് ചിക്കൻ സംഭവം കുറവായിരുന്നു, കൂടുതലും പൊട്ടറ്റോ ആയിരുന്നു. പക്ഷേ സംഗതി ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടോടെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ കിഴിപ്പൊറോട്ട എത്തി. അങ്ങനെ കിഴിപ്പൊറോട്ട നല്ല ആവി വറക്കുന്ന കിഴിപ്പൊറോട്ടയായിരുന്നു കേട്ടോ. ടേസ്റ്റിലും ആളൊട്ടും പുറയിലല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് സുജിൽ പറഞ്ഞത്. ഞാൻ പിന്നെ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. സുജിൽ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നല്ല അടിപൊളിയാണ്. ആൾ നല്ല ആസ്വദിച്ച് കഴിച്ചു. സുജിൽ എന്നെയും കഴിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇവിടെ ഇതൊക്കെ കിട്ടത്തുള്ളൂ, നീ ഇതൊക്കെ കഴിച്ച് പഠിക്കണം, ഇത് ഇംഗ്ലണ്ടാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്തനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പോയത്. അപ്പം ഫുഡൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ് ഗൈസ്. പിന്നെ വേറൊരു റിവ്യൂ പറയാനുള്ളത്, ഇവിടെ നല്ല ഡിലേ ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് നടക്കത്തില്ല. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി സെയിൻസ്ബറി തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു, ലീഡ്സിലുള്ള സെയിൻസ്ബറി. അപ്പം അത്യാവശ്യം അത് സിറ്റിക്കകത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ലീഡ്സിൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ റേഡിയോ ചാനലും കിട്ടുന്നുണ്ടായിരുന്നു. അതായത് FM, അതെ, ഹിന്ദി FM ചാനലുണ്ടായിരുന്നു ഇവിടെ. അപ്പം അതിൽ DDLJയുടെ പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോകുമായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8:30, 8:45 എന്തായി. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഇനിയിപ്പോൾ സെയിൻസ്ബറിയിലേക്ക് നാളെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.